സോ ഹായ് ഗൈസ്, സാംസങ് ഗാലക്സി S23 വീഡിയോൻ്റെ താഴെ കുറേ പേര് കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു അവർക്ക് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ കാണാൻ കിട്ടുന്നുണ്ട്, ഹീറ്റിംഗ് ഇഷ്യൂ കാണാൻ കിട്ടുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂവിനെ പറ്റിയിട്ട് ഞാൻ വേറെ ഒരു വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യാം. പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് ബാറ്ററി ഡ്രെയിനിങ്ങിനെ പറ്റി നോക്കാം. ഇപ്പോൾ ഞാനിങ്ങനെ S23 ഹീറ്റിംഗ് ഇഷ്യൂവിനെ പറ്റിയിട്ട് ഞാൻ വേറെ കുറേ വീഡിയോസ് നോക്കുമ്പോൾ എനിക്കൊരാളുടെ വീഡിയോ കിട്ടി. അയാൾ പറഞ്ഞത് വേറൊരു ടെക് ക്രിയേറ്ററിൻ്റെ വീഡിയോ കിട്ടി, ഹിന്ദിയിലത്തെയാണ്. അയാൾ പറഞ്ഞത് ഈ ബിഗ് ബില്യൺ ഡേ സെയിലിൽ മേടിക്കുന്ന S23 ഈ ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ കാണാൻ കിട്ടുന്നത്. ആ ഇൻഫർമേഷൻ എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അയാൾ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. ഇനി S23 ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ. ഓക്കെ, ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ എനിക്ക് ഒരു 7 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. എൻ്റെ യൂസേജ് നിങ്ങളോട് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ S23 ഏതൊക്കെ സെറ്റിങ്സാണ് ടേൺ ഓഫ് ചെയ്ത് വെക്കേണ്ടത് അതൊക്കെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് നിങ്ങളുടെ സ്ക്രീൻ ഓൺ ടൈം കുറച്ച് കൂടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കും എത്രയും കാശ് കൊടുത്തിട്ട് ഈ ഫോൺ മേടിച്ചിട്ട് ഈ സെറ്റിങ്സൊക്കെ ടേൺ ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോൺ മേടിച്ചതെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ സെറ്റിങ്സൊക്കെ ഓഫ് ചെയ്ത് വെക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അത്ര എനിക്ക് പറയാമല്ലോ. പിന്നെ നമുക്ക് അങ്ങനത്തെ ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സെറ്റിങ്സ് ഒന്നും ടേൺ ഓഫ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് S23 എടുക്കുക. S23 എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓപ്ഷൻ കാണാണ്ടല്ലോ കണക്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നാലാമത്തെ ഓപ്ഷൻ കാണാണ്ടല്ലോ NFC ആൻഡ് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ്. അത് ടേൺ ഓൺ ആയിരിക്കും, ഡീഫോൾട്ടായിട്ട് ടേൺ ഓൺ ആയിരിക്കും. പക്ഷേ അത് ടേൺ ഓഫ് ആക്കി വയ്ക്കുക. നിങ്ങളിപ്പോൾ NFC പേയ്മെൻറ്റ്സ് ഒന്നും നടത്തുന്നില്ലെങ്കിൽ അത് ടേൺ ഓഫ് ആക്കി വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ അടുത്ത ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ മൊബൈൽ നെറ്റ്വർക്ക്സിൽ പോവുക. കണക്ഷൻ്റെ താഴെ തന്നെ മൊബൈൽ നെറ്റ്വർക്ക്സിൽ പോയിട്ട് നെറ്റ്വർക്ക് മോഡ് ഉണ്ടാവും. നെറ്റ്വർക്ക് മോഡിൽ നമുക്ക് 5G LTE ഒക്കെ ഓപ്ഷൻ കാണാനുണ്ടാവും. അപ്പോൾ ഞാൻ പേഴ്സണലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ എനിക്ക് 5G നെറ്റ്വർക്ക് അങ്ങനെ സ്റ്റേബിളായി കിട്ടാറില്ല. അപ്പോൾ ഞാൻ LTEയിലേക്ക് മാറ്റും. അതുകൊണ്ട് എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ 5G നെറ്റ്വർക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കില്ല എൻ്റെ S23. ഓക്കെ, 4G നെറ്റ്വർക്ക് മാത്രമേ സെർച്ച് ചെയ്യുള്ളൂ. അപ്പോൾ 5G നെറ്റ്വർക്ക് കിട്ടാത്ത സ്ഥാനത്ത് നിങ്ങൾ 5G ഒക്കെ ഇട്ട് വെക്കുകയെന്ന് വെച്ചാൽ 5G നെറ്റ്വർക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ 5G നെറ്റ്വർക്ക് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ അത് കണക്ഷനിൽ പോവുക. കണക്ഷനിൽ പോയിട്ട് 5G സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് 5G നെറ്റ് യൂസ് ചെയ്യുക. 5G നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്ത് 4G ആക്കി വയ്ക്കുക. അതുകൊണ്ട് നമുക്ക് ബാറ്ററി ഡ്രെയിനിങ് അത്ര ഉണ്ടാവില്ല. ബാക്ക് വന്നിട്ട് നമുക്ക് സൗണ്ട് ആൻഡ് വൈബ്രേഷനിൽ പോകാം. സൗണ്ട് ആൻഡ് വൈബ്രേഷനിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി കാണാനുണ്ടാവും. വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി നമുക്ക് കോളിനൊക്കെ മാക്സിമം ഉണ്ടാവുക, അത് ഒന്ന് കുറച്ച് വെക്കുക. അപ്പോൾ കോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അത് ഫുള്ളാക്കി വെക്കുക. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ആ വൈബ്രേഷൻ നമുക്ക് അധികം വേണ്ടെങ്കിൽ അത് കുറച്ച് വെക്കുക. ഓക്കെ, അതേമാതിരി സിസ്റ്റം വൈബ്രേഷന് പിന്നെ മീഡിയയുടെ വൈബ്രേഷൻ അതൊക്കെ ഞാൻ ഓഫാക്കി വെക്കുകയാണ് ചെയ്യാറ്. കോളിനെ മാത്രമേ മാക്സിമം ആക്കി വെക്കാറുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വലിയ നോട്ടിഫിക്കേഷൻ വരികയൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഫോൺ വൈബ്രേറ്റ് അടിക്കും. വൈബ്രേഷൻ മോട്ടർ നിങ്ങൾക്ക് ഇറങ്ങുന്നുണ്ട്, നിങ്ങളുടെ ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും അത് കുറച്ച് വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്ക് വന്നിട്ട് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. നോട്ടിഫിക്കേഷനിൽ പോയിട്ട് ആപ്പ് നോട്ടിഫിക്കേഷനിൽ പോവുക. ആപ്പ് നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ചിലപ്പോൾ മോസ്റ്റ് റീസെൻ്റ് ആവും സെലക്ട് ആയി കിടക്കുന്നുണ്ടാവുക. അത് ഓളായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട് എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണാൻ കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസിന് മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ അത് മാത്രം ടേൺ ഓൺ ആക്കി വയ്ക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ആമസോണിൻ്റെ ടേൺ ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ബ്രേവ് ബ്രൗസറിൻ്റെ, കാഷിഫൈൻ്റെ, ക്രോമിൻ്റെ, ഫ്ലിപ്കാർട്ടിൻ്റെ ഇതൊക്കെ ഞാൻ ടേൺ ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. ബിക്കോസ് അൺവാണ്ടഡ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നമ്മുടെ ഫോൺ ലിറ്റപ്പ് ആകുമ്പോൾ നമ്മുടെ ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ടേൺ ഓഫ് ആക്കി വയ്ക്കുക. ഓക്കെ, സെറ്റിങ്സ് ടേൺ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് വന്നിട്ട് ഡിസ്പ്ലേയിൽ പോവുക. ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ ലൈറ്റ് മോഡ് ആൻഡ് ഡാർക്ക് മോഡ്. ഡാർക്ക് മോഡിൽ വയ്ക്കുക. ആംബ്ലെറ്റ് ഡിസ്പ്ലേ ഏത് ഫോണിലാണെങ്കിലും ഡാർക്ക് മോഡിൽ വയ്ക്കുക. ബാറ്ററി കുറച്ച് സേവ് ആവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അഡോപ്റ്റീവ് ബ്രൈറ്റ്നസ് ഉണ്ടാവും. അത് ഞാൻ ടേൺ ഓഫ് ആക്കിയാണ് വെക്കാറ്. ഇപ്പോൾ നമുക്ക് അത് കൺവീനിയൻസിന് വേണ്ടിയിട്ട് അത് ടേൺ ഓൺ ആക്കി വെക്കണമെങ്കിൽ വെക്കുക. ഞാൻ ടേൺ ഓഫ് ആക്കിയിട്ടാണ് വെക്കാറ്. ബിക്കോസ് ഇപ്പോൾ നമ്മുടെ ആംബിയൻറ്റ് ലൈൻ സെൻസർ ഉണ്ടല്ലോ, അത് 24/7 വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മളിത് ടേൺ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോ ലൈറ്റ് കണ്ടീഷൻസിലൊക്കെ പോകുകയെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കുറയ്ക്കും. അതേമാതിരി സൺലൈറ്റൊക്കെ താഴത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ബ്രൈറ്റ്നസ് കൂട്ടും. അപ്പോൾ ഇങ്ങനെ ഇത് 24 hours ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ആംബിയൻറ്റ് ലൈറ്റ് സെൻസർ. അതുകൊണ്ടും ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അഡോപ്റ്റീവ് ബ്രൈറ്റ്നസ് ടേൺ ഓഫ് ആക്കി വെക്കാനാണ്. നമുക്ക് താഴത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ സ്ക്രീൻ ടൈം ഔട്ട് കാണുണ്ടാവും. അതിൽ പോയിട്ട് നമുക്ക് 30 seconds മിനിമം സെറ്റ് ചെയ്ത് വയ്ക്കുക. 15 seconds ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 30 seconds. ഇപ്പോൾ 10 minutes 5 minutes ഒക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും. ഓക്കെ,
അടുത്ത സെറ്റിങ്സ് ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററിയിൽ പോവുക. ബാറ്ററിയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്സ് ഉണ്ടാവും, അതിലും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ നമുക്ക് പ്ലസ് സൈൻ കാണാനുണ്ടാവും. പ്ലസ് സൈനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് വേണ്ടത്, മീൻസ് ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തത്, ആ ആപ്ലിക്കേഷൻസൊക്കെ ഈ ഡീപ്പ് സ്ലീപ്പിംഗ് മോഡിൽ ഇടുക. അതുകൊണ്ട് എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, ഇവിടെ ആമസോൺ ഇട്ടിട്ടുണ്ട്, പിന്നെ ബ്രേവ് ബ്രൗസർ ഇട്ടിട്ടുണ്ട്, ബൈ ഹട്ട് കേട്ടുണ്ട്, ഇങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസൊന്നും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്സിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ്ടാവണമെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യാത്തതുകൊണ്ട് എന്താണ്ടാവുമെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി ഡ്രെയിനിങ്ങും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത, മീൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് ലൈക്ക് ഷോപ്പിംഗ് ആപ്സ്, അങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്സിൽ വെക്കുക. ഓക്കെ, ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുട്ട് അൺയൂസ്ഡ് ആപ്പ് ടു സ്ലീപ്പ്, അത് ടേൺ ഓഫ് ആയിരിക്കും, അതൊന്ന് ടേൺ ഓൺ ആക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് ബാക്ക് വരിക. താഴത്തേക്ക് വന്നിട്ട് ലോക്ക് സ്ക്രീൻ ആൻഡ് AODയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കി വെക്കുകയാണെന്ന് വെച്ചാൽ ഈ രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക, ടാപ്പ് ടു ഷോ അല്ലെങ്കിൽ ഫോർ ന്യൂ നോട്ടിഫിക്കേഷൻ. ഓക്കെ, ഓൾവേസ് വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും. അതേമാതിരി ആ ഷെഡ്യൂളിൽ വെക്കുകയാണെന്ന് വെച്ചാലും നമുക്ക് ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും. ആ ഷെഡ്യൂൾ പറഞ്ഞാൽ നമുക്ക് എത്ര സമയത്തിൻ്റെ ഉള്ളിൽ എത്ര സമയം തൊട്ടിട്ട് എത്ര സമയം വരെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആയിരിക്കണം, അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും. ഞാൻ പറയാമെന്ന് വെച്ചാൽ ടാപ്പ് ടു ഷോ അല്ലെങ്കിൽ ഫോർ ന്യൂ നോട്ടിഫിക്കേഷൻ, അത് സെലക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് നമുക്ക് ലൊക്കേഷൻ കാണാം, ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലൊക്കേഷൻ ടേൺ ഓൺ ആക്കി വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ലൊക്കേഷൻ സർവീസസ് ഉണ്ടാവും. അതിൽ നമ്മുടെ വൈഫൈ സ്കാനിങ് ആൻഡ് ബ്ലൂടൂത്ത് സ്കാനിങ് അതൊന്ന് ടേൺ ഓഫ് ആക്കി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്ക് വന്നിട്ട് നമുക്കിവിടെ അഡ്വാൻസ് ഫീച്ചേഴ്സ് കാണാണ്ടാവും. അഡ്വാൻസ് ഫീച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മോഷൻ ആൻഡ് ഗെസ്റ്റേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാനുണ്ട്, കുറേ മോഷൻസും ഗെസ്റ്റേഴ്സൊക്കെ കാണാനുണ്ട്. ആവശ്യമുള്ളത് മാത്രം ടേൺ ഓൺ ആക്കി വെക്കുക. ഇപ്പോൾ ഞാൻ ടേൺ ഓൺ ആക്കി വെച്ചത് ഡബിൾ ടാപ്പ് ടു ടേൺ ഓൺ സ്ക്രീൻ, അത് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഡബിൾ ടാപ്പ് ടു ടേൺ ഓഫ് സ്ക്രീൻ, അതും ടേൺ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ ഓഫ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ലിഫ്റ്റ് വേക്ക് എനിക്ക് അത്ര ആവശ്യമില്ലാത്ത സംഭവമാണ്. അലേർട്ട് വെൻ ഫോൺ പിക്ഡ് അപ്പ്, അതെനിക്ക് ആവശ്യമില്ല. മ്യൂട്ട് വിത്ത് ഗെസ്റ്റേഴ്സ്, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് വെക്കുക. ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രം ടേൺ ഓൺ ആക്കി വെക്കുക. ഓക്കെ, ബാക്ക് വന്നിട്ട് നമുക്കിവിടെ ഡിവൈസ് കെയർ കണ്ടാവും. ഡിവൈസ് കെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് പെർഫോമൻസ് പ്രൊഫൈൽ ഉണ്ടാവും. അപ്പോൾ പെർഫോമൻസ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കിട്ടുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ആൻഡ് ലൈറ്റ്. അപ്പോൾ ഞാൻ ലൈറ്റിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യാറ്. ഞാൻ അധികമൊന്നും ഗെയിമൊന്നും കളിക്കാറില്ല, എന്നാലും ഗെയിം കളിക്കുകയാണെങ്കിലും ഞാൻ ഇവിടെ സ്റ്റാൻഡേർഡിലൊന്നും സെറ്റ് ചെയ്യാറില്ല. അതേമാതിരി സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഈ ലൈറ്റിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യാറ്. ഇതുവരെ ഈ ഫോൺ മേടിച്ചിട്ട് ഞാൻ സ്റ്റാൻഡേർഡിൽ സെറ്റ് ചെയ്തിട്ടില്ല. ഈ ലൈറ്റിൽ വെച്ചിട്ട് എനിക്ക് നല്ല പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്റ്റാൻഡേർഡിൽ വെക്കുകയെന്ന് വെച്ചാൽ ലൈറ്റിൽ വെക്കുക. അതുകൊണ്ട് എന്താണ്ടാവണമെന്ന് വെച്ചാൽ അത്ര ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവില്ല. ഇപ്പോൾ സ്റ്റാൻഡേർഡിൽ വെക്കുകയെന്ന് വെച്ചാൽ കുറച്ചുകൂടി ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും. ലൈറ്റിൽ വെക്കുകയെന്ന് വെച്ചാൽ ബാറ്ററി ഡ്രെയിനിങ് അത്ര അധികം കാണാൻ കിട്ടില്ല. വേറെ ഒരു സെറ്റിങ്സ് ഉണ്ട്, അത് ബാറ്ററി റിലേറ്റഡ് അല്ല, പക്ഷേ ഈ സെറ്റിങ്സ് എനിക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരണേ. ഇവിടെ നമുക്ക് ഒരു ഓട്ടോ ഓപ്റ്റിമൈസേഷൻ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? നമുക്ക് ഓട്ടോ റീസ്റ്റാർട്ട് നമ്മുടെ ഫോണ് എല്ലാ ദിവസവും ഒന്ന് ഒരു രാത്രി 3 മണിക്ക് റീസ്റ്റാർട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ഒന്നുകൂടി ഫ്രഷ് ആയിരിക്കും, ലൈക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ എന്താ ചെയ്ത് വെച്ചിരിക്കണമെന്ന് വെച്ചാൽ റീസ്റ്റാർട്ട് വെൻ നീഡഡ്, അത് കഴിഞ്ഞിട്ട് ഞാൻ റീസ്റ്റാർട്ട് ഓൺ ഷെഡ്യൂൾ രാത്രി 3 മണിക്ക് സൺഡേ ടു സാറ്റർഡേ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം പറയാന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാത്രി 3 മണിക്ക് എൻ്റെ ഫോൺ റീസ്റ്റാർട്ട് ആവുന്നതാണ്. അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണ് കുറച്ചുകൂടി ഒന്ന് ഫ്രഷ് ആയിരിക്കും. നിങ്ങൾ രാവിലെ ഒന്ന് എണീറ്റ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫ്രഷ് ആയിരിക്കും. അപ്പോൾ ഈ സെറ്റിങ്സ് ഒന്ന് ടേൺ ഓൺ ആക്കി വെക്കുക. ഓക്കെ, ഈ 13 സെറ്റിങ്സ് ഒന്ന് ടേൺ ഓഫ് ആക്കി വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്